നാഴിച്ചന്തം. നമുക്ക് ഈ നാഴി എന്നുള്ള പ്രയോഗം പഴയ ഒരളവാണ്. ഇന്ന് നാഴി ആരും ഉപയോഗിക്കാറില്ല. ഇന്നെല്ലാം ലിറ്ററും മില്ലി ലിറ്ററും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. എല്ലാം ലിറ്ററും മില്ലി ലിറ്ററുമാണ്. എന്നാൽ പണ്ട് കാലത്ത് നാഴി വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉപയോഗിച്ചിരുന്നു. ഒരു ഉദാഹരണം, അരനാഴിക നേരം, ഒരു നാഴിക ദൂരം, ഇരുനാഴി എണ്ണ തുടങ്ങിയ പ്രയോഗങ്ങൾ ഇന്നും പ്രായം ചെന്ന ആളുകൾ ഉപയോഗിക്കാൻ. മുന്നാഴി കണ്ടം എന്ന് പറയാറുണ്ട്. ഇതെങ്ങനെയാണ് ഈ നാഴി രൂപപ്പെട്ടത്? നാഴി ഈ ദ്രവ്യം അളക്കാൻ, ഖരവസ്തു അളക്കാൻ, ഭൂമി അളക്കാൻ, ദൂരം അളക്കാൻ, സമയം അളക്കാനൊക്കെ നമ്മൾ നാഴിയെ ഉപയോഗിച്ചിരുന്നു. ഇതെങ്ങനെയാണ് നാഴി രൂപപ്പെട്ടത് എന്നറിയുന്നത് വളരെ കൗതുകകരമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നാഴി രൂപപ്പെട്ടത് എന്നാദ്യം പറയാം. കാരണം 14,400 നെന്മണികൾ, 14,400 നെന്മണികൾ കൂട്ടിവെക്കുമ്പോൾ ഒരു നാഴി ആവും. ഈ 14,400 നെന്മണികളോ 18,000 അരിമണികളോ 12,600 കുരുമുളക് മണികളോ കൂട്ടിവെച്ചാൽ ഒരു നാഴിയാവും. അപ്പോൾ ഒന്നുകിൽ 14,400 നെന്മണിയായിരിക്കണം, അല്ലെങ്കിൽ 18,000 അരിമണിയായിരിക്കണം, അല്ലെങ്കിൽ 12,600 കുരുമുളകായിരിക്കണം. ഇത് കൂട്ടിവെക്കുമ്പോൾ ഒരു നാഴിയാകും. അപ്പോൾ ഈ നാഴിയെ വെച്ചുകൊണ്ട് തന്നെയാണ് ഭൂമി അളന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ 4 നാഴി കണ്ടമാണ് 14 സെൻറ്റ്. അതെങ്ങനെയെന്ന് വെച്ചാൽ 4 നാഴി വിത്ത് വിതയ്ക്കാവുന്ന ഭൂമിയാണ് നാനാഴി കണ്ടം. അത് ഏകദേശം 14 സെൻറ്റോളം വരും. അതാണ് നാനാഴി കണ്ടം. അപ്പോൾ ഭൂമി അളക്കാൻ അത് ഉപയോഗിച്ചിരുന്നു. അതുപോലെയാണ് ഈ സമയം അളക്കുന്നത്. എങ്ങനെയാണ്? ഇപ്പോൾ നാഴിക, 4 നാഴിക എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ദിവസം 60 നാഴികയാണ്. പകൽ 30 നാഴിക, രാത്രി 30 നാഴിക, അങ്ങനെ 60 നാഴികയാണ്. ഒരു നാഴികയെ വീണ്ടും നമ്മൾ 60 വിനാഴികകളായിട്ട് വീണ്ടും വീതിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നാഴിക അളക്കുന്നത് എന്നുകൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതായത് ഒരു നാഴി വെള്ളം ഒരു പാത്രത്തിലെടുക്കുകയും സൂചി കൊണ്ടൊരു അതിൻ്റെ അടിഭാഗത്തൊരു സുഷിരവും ഇട്ട് കഴിഞ്ഞാൽ ഈ സൂചി ഇട്ട സുഷിരത്തിലൂടെ ഈ നാഴി വെള്ളവും ഊർന്നു തീരുന്ന സമയമാണ് ഒരു നാഴിക. നാഴി വെള്ളം ഒരു പാത്രത്തിലെടുക്കുകയും അതിൻ്റെ അടിഭാഗത്ത് സൂചി കൊണ്ടൊരു സുഷിരമിടുകയും ചെയ്യുമ്പോൾ തുള്ളിത്തുള്ളിയായി ഊർന്നു തീരുന്ന വെള്ളം എപ്പോൾ തീരുന്നുവോ അത്രയും സമയമാണ് ഒരു നാഴിക. അപ്പോൾ നമ്മൾ സമയം എങ്ങനെയാണ് അളക്കുന്നത്? ഇതിന് ഈ ഉപകരണത്തിന് നമ്മൾ പറഞ്ഞ കുറുനീർ എന്നാണ്. കുറുനീർ, നാഴികവട്ട എന്ന് മറ്റൊരു പേരുമുണ്ട്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് നാഴികക്കൊട്ട്. പണ്ട് രാജകുടുംബങ്ങൾ വാച്ചൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് സമയം അറിയിക്കുന്നതിനിടെ ഓരോ നാഴിക കഴിയുമ്പോഴും കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് നിന്ന് വലിയ ഡ്രം എടുത്ത് കൊട്ടും. അപ്പോൾ എത്ര ഉദിച്ചതിന് ശേഷം എത്ര നാഴികയായി ഇന്ന് ഈ കൊട്ടിൻ്റെ ശബ്ദം എണ്ണി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇതിനാണ് നമ്മൾ നാഴികക്കൊട്ട് എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ നാഴികക്കൊട്ട് നിലനിന്നിരുന്നു. അതുപോലെ തന്നെയാണ് നാനാഴിക്കാരൻ. നാനാഴിക്കാരൻ എന്ന് പറഞ്ഞാൽ ഭൃത്യൻ എന്നാണ്. ഇത് വടക്കൻ പാട്ടുകളിലാണ് അതുള്ളത്. വേണാട് പൂങ്കൊയിലാം നാടകത്ത് വംശം തുളോ നാട് നായരെന്നും നാട്ടിലതിലേറും നായരെന്നും നിയമത്തിന് നാനാഴിക്കാരനെന്നും. നിയമത്തിന് നാനാഴിക്കാരൻ, നിയമം അനുസരിച്ച് ഒരു പടയാളിയായ നായർക്ക് ഒരു നാനാഴിക്കാരൻ ഉണ്ടാവണം. നാനാഴിക്കാരൻ എന്ന് പറയുന്ന ഭൃത്യനാണ്. അയാളുടെ ശമ്പളം 4 നാഴി നെല്ലാണ് ഒരു ദിവസം 4 നാഴി നെല്ല് കൂലി വാങ്ങിക്കൊണ്ട് ജോലി ചെയ്തിരുന്ന ഭൃത്യനെയാണ് നാനാഴിക്കാരൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നാഴിക വട്ട, ഞാൻ നേരത്തെ പറഞ്ഞു. നാഴിക മണി, പണ്ട് ക്ലോക്കുകൾക്ക് പറഞ്ഞിരുന്ന പേരാണ് നാഴിക മണി. അങ്ങനെ നാഴിക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി. നാഴികക്കല്ല് ദൂരം അളന്നിരുന്നു. എങ്ങനെയാണ് ദൂരം അളക്കുന്നത്? പ്രായപൂർത്തിയായ ഒരു പുരുഷൻ 1 നാഴിക നേരം കൊണ്ട്
സാവധാനം നടന്നെത്തുന്ന ദൂരമാണ് ഒരു നാഴിക. പ്രായപൂർത്തിയായ ഒരു പുരുഷൻ ഒരു നാഴിക നേരം കൊണ്ട് സാവധാനം നടന്നെത്തുന്ന ദൂരമാണ് ഒരു നാഴിക. ഈ നാഴിക അടയാളപ്പെടുത്തുന്ന കല്ലുകളാണ് നാഴിക കല്ലുകൾ. ആ സാഹിത്യത്തിലേക്ക് നാഴികക്കല്ല് കുടിയേറിയിട്ടുണ്ട്. സാഹിത്യത്തിൽ നമ്മൾ പറയുന്നത് ഒരു വലിയ നാഴികക്കല്ലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ നാഴികക്കല്ലെന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അടയാളപ്പെടുന്നത്. അങ്ങനെ നാഴി എന്ന് പറയുന്നത് ഒരു കാലത്ത് മനുഷ്യ ജീവിതത്തിൻ്റെ, ഗ്രാമ്യ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു ഘടകം. സമയമളക്കാൻ, ദൂരമളക്കാൻ, അകലമളക്കാൻ, ദ്രവ്യമളക്കാൻ, അതേപോലെ എണ്ണ തുടങ്ങിയ വിഭവങ്ങൾ, ദ്രവ്യങ്ങൾ അളക്കാൻ ഒക്കെ നമ്മൾ നാഴിയാണ് ആധാരമാക്കിയിരുന്നത്. ആ നാഴി കണ്ടെത്തുന്നത് 14,400 നെന്മണികളോ 18,000 അരിമണികളോ 12,600 കുരുമുളുകളോ ചേർത്ത് വെച്ചാണ് ഒരു നാഴി കണ്ടിരുന്നത്. ഇതിന് സംസ്കൃതത്തിൽ നാഡി എന്നും പറഞ്ഞിരുന്നു. സംസ്കൃതത്തിൽ നാഡി എന്ന് പറയണമെങ്കിൽ ഈ നാഴി പ്രയോഗം ഇന്ത്യയാകമാനം നിലനിന്നിരുന്നു എന്നും നമ്മൾ വിചാരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് 4 നാഴിയെക്കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. 4 നാഴി എന്ന് പറയുന്നത് ആ 4 നാഴി ശമ്പളം വാങ്ങുന്നവരെയാണ് നാനാഴിക്കാരൻ എന്ന് പറയുന്നത്. നാനാഴിക്കാരൻ ഭൃത്യനാണ്. അപ്പോൾ നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളെക്കുറിച്ചും നമ്മുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച്, ഗ്രാമത്തിൻ്റെ ശാലീനതയെക്കുറിച്ച്, ഗ്രാമത്തിൻ്റെ ഉൽപ്പാദന മിച്ചത്തെക്കുറിച്ച് ഒക്കെ പഠിക്കാൻ ഉള്ള ഏറ്റവും നല്ല ഉപാദാനങ്ങളിൽ ഒന്നാണ് നാഴി ചന്തം അഥവാ നാഴിയുടെ പ്രാധാന്യം. നന്ദി.